വെൽക്കം ടു രജൻസ്. നമ്മുടെ കോട്ടൺ ചുരിദാറിന്റെ സെക്ഷനാണ്. ഇത് ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ, പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല കളർ ചാർട്ടാട്ടോ, നല്ല ലൈറ്റ് ആയിട്ടുള്ള നല്ല ഷെയ്ഡ്സ് ആണ്. മെറ്റീരിയലും നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ. അത് നിങ്ങൾക്ക് സ്റ്റാർച്ച് മുക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് പ്രിന്റ് ഉണ്ട്, ചെറിയ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലതിന് ഡിസൈൻ ചെറിയ ചെറിയ വേരിയേഷൻസ് ആണ്. ബ്ലോക്ക് പ്രിന്റിന്റെ ഡിസൈന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ഒരു എംബ്രോയിഡറി വർക്കിനും ചെറിയ ചെറിയ വേരിയേഷൻ, വലിയ അധികം പെട്ടെന്ന് അറിയാനില്ല. നമ്മൾ എടുത്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ കേട്ടോ, ഫുള്ള് ബ്ലോക്ക് പ്രിന്റ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അറിയാൻ പറ്റും ആ കോട്ടൺ തന്നെ കൂടിയ മെറ്റീരിയൽ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എന്തായാലും ഇതിനുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് കോട്ടൺ ഇങ്ങനത്തെ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ആണെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, ഭയങ്കര സോഫ്റ്റ്, നല്ല കൂൾ ഫാബ്രിക് ആട്ടോ ഇതൊക്കെ. ഇത് ഡെയിലി ഒക്കെ ഉപയോഗിക്കാൻ നല്ല ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് G817, റേറ്റ് 1100, 1100. ഓരോ ഷെയ്ഡ് എടുക്കുമ്പോഴും അത്ര ഭംഗിയായിട്ടോ കാണാൻ. ലൈറ്റ് കളേഴ്സിൽ അതൊരു പേസ്റ്റൽ ടൈപ്പ് കളേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് പിങ്കിൻ്റെ കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ. ആ ബ്ലോക്ക് പ്രിന്റും വർക്കും ഒക്കെ കാണാൻ നല്ല രസമാണ്. നമ്മളെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു വർക്കിന്, പ്രിന്റിനും ചെറുതായിട്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അറിയുമൊന്നുമില്ല. നല്ല രസമുള്ള ഐറ്റമാണല്ല. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതിൻ്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് നമുക്ക് ഇടാനും നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ എപ്പോഴും ലൈനിങ് ഇട്ട് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ ഇച്ചിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്. ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് ലൈറ്റ് ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഗ്രീൻ്റെ കൂടെ പിങ്ക് അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ചെറിയ ലൈൻ പോലത്തെ ഡിസൈനും പിന്നെ ചെറിയ പോർഷനിൽ ഇങ്ങനെ പ്രിന്റും മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. പ്രിന്റ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വർക്കുണ്ട്, നല്ല ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ താഴത്തെ ബോർഡർ ആട്ടോ, ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലില്ല കേട്ടോ, ബാക്ക് സൈഡിൽ ബ്ലോക്ക് പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് പോർഷനിലാണ് എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സെയിം തന്നെയാണ് കേട്ടോ. നമ്പർ വരുന്നത് G812, റേറ്റ് 1. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ കളർ ആട്ടോ. ഇതിൻ്റെയും കൂടി ഈ പിങ്ക് നല്ല മാച്ചിങ് ആണ്. സെയിം തന്നെ കളറുള്ള ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ മെറ്റീരിയലൊക്കെ ചിലത് ചൂടുണ്ടെന്നൊക്കെ പറയുന്നവർക്ക് നല്ല ഫാബ്രിക് ആട്ടോ, കാരണം പ്യുവർ കോട്ടൺ ആണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ ഇത് സ്റ്റാർച്ച് മുക്കി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫായിട്ട് നിൽക്കും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെ രീതിയിൽ കുഞ്ഞായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കുഞ്ഞാക്കുമ്പോൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ലുക്ക് എന്തായാലും ഇതിനുണ്ട്. ബാക്ക് സൈഡിൽ പ്രിന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ദുപ്പട്ടയുടെ പ്രിന്റ് ഇതുപോലെ വരും. ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ വരുന്നത് G818, റേറ്റ് 1100. 4 ഷെയ്ഡ്സ് ആട്ടോ ഇതിൽ വന്നേക്കുന്നത്. നാലാമത്തെ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ലെമൺ യെല്ലോയുടെ ഷെയ്ഡാണ്. സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം സെയിം തന്നെയാണ് കേട്ടോ. നല്ല ഫാബ്രിക് ആണ്, നല്ല സ്മൂത്ത് ആട്ടോ, ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ. ഫുൾ വ്യൂയിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് G811, റേറ്റ് 1100, 1100.